ഏഴാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് യൂണിറ്റ് നമ്പർ 4 ഇന്ത്യ ടുവേഡ്സ് എ ന്യൂ ഇറ, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന യൂണിറ്റാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് വാഴ്ചയിൽ നിന്നും നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് നമ്മുടെ മുൻ തലമുറ നടത്തിയ ധീരവും ത്യാഗോച്ചനവുമായ പോരാട്ടങ്ങളിലൂടെയാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിന് ബൗദ്ധികവും സാംസ്കാരികവുമായ ഘടകങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും ദേശീയ പ്രസ്ഥാനത്തിന് വ്യക്തികളും അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങളും നൽകിയ സംഭാവനകളെക്കുറിച്ചുമുള്ള ചർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എഴുതിയ വിശ്വപ്രസിദ്ധ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. അദ്ദേഹം ഇപ്പോഴുള്ള മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന അഹമ്മദ് നഗർ കോട്ട ജയിലിൽ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് തടവുകാരനായിരിക്കെ എഴുതിയ വിശ്വപ്രസിദ്ധമായ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. 1944 ഈ കൃതി അദ്ദേഹം പൂർത്തിയാക്കിയെങ്കിലും 1946 ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പം നമ്മുടെ ഭാരത ചരിത്രത്തെക്കുറിച്ചും ഭാരത സംസ്കാരത്തെക്കുറിച്ചുമുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ സമഗ്ര ദർശനമാണ് ഇന്ത്യയെ കണ്ടെത്തൽ. ആ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധ കൃതിയുടെ ഒരു ഭാഗമാണ് നമുക്ക് വായനാക്കുറിപ്പായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അതിലെ വായനാക്കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെ തുടങ്ങുന്നു: ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടവ തന്നെയാണ്. പക്ഷേ എല്ലാറ്റിലുമേറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയെയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ, അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിനുള്ള ജനമാണ് ഭാരത മാതാവ്. അവരുടെ ജയം എന്ന് വച്ചാൽ ഈ ജനത്തിൻ്റെ ജയം എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ഭാരത മാതാവിൻ്റെ അംശങ്ങളാണ്. ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരത മാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞു ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ച പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന റീഡിംഗ് മെറ്റീരിയലിൻ്റെ മലയാള പരിഭാഷയാണ് ഞാൻ വായിച്ചത്. അപ്പം ഇന്ത്യക്കാർക്കിടയിൽ നമ്മുടെ ദേശീയതയെ വളർത്താൻ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇപ്പോൾ ഭാരത മാതാവ് എന്നുള്ളൊരു ആശയം അദ്ദേഹം പങ്കുവച്ചു. അതിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചോദ്യത്തോടെയാണ് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത്. വാട്ട് വെയർ ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം എമംഗ് ഇന്ത്യൻസ്? ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വളർത്താൻ സഹായിച്ച ഘടകങ്ങൾ വ്യക്തമാക്കുക. അപ്പം ആ ഘടകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് എല്ലാവരും നോക്കിയേ. ദി ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം ആക്സലറേറ്റഡ് ദി ഇന്ത്യൻസ് എഫേർട്സ് ടു ലിബറേറ്റ് ഫ്രം ദി ബ്രിട്ടീഷ്. ദിസ് എൻഹാൻസ്ഡ് ദി റിലവൻസ് ഓഫ് വേരിയസ് മൂവ്മെൻറ്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പം നമ്മുടെ ദേശീയ ബോധം വളർത്താൻ സഹായിച്ച സാംസ്കാരിക സംഘടനകളും സാംസ്കാരിക നായകന്മാരെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ആ ദേശീയ ബോധം വളർന്നതോടുകൂടി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ ആഗ്രഹങ്ങൾക്ക് ആക്കം കൂടി, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടി. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ പ്രസ്ഥാനങ്ങളുടെ വരവിൻ്റെ പ്രസക്തി വർദ്ധിപ്പിച്ചു. ഇനി അടുത്ത ഭാഗം ഫോർമേഷൻ ഓഫ് അസോസിയേഷൻ, അതായത് സംഘടനകളുടെ രൂപീകരണം. അപ്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം നമുക്ക് സ്വാതന്ത്ര്യം നേടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ നമുക്ക് വേഗത കൂട്ടി. അപ്പം അതിനു വേണ്ടിയിട്ട് ധാരാളം പ്രസ്ഥാനങ്ങൾ തുടങ്ങാനും അതിൻ്റെ പ്രവർത്തനം നടത്തുവാനുമുള്ള
എന്താണ് സാഹചര്യം വളർന്നു വന്നു. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനകളുടെ രൂപീകരണം നടക്കുകയാണ്. A number of regional organizations came into existence at various parts of India as a result of this growing awakening. Madras Native Association, Pune Sarvajanik Sabha, and Indian Association were a few among them. All these organizations gave priority to the regional problems. This necessitated forming a national organization. അപ്പം നമുക്ക് ഇന്ത്യക്കാർക്കിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഉണർവുണ്ടായി. ആ ഉണർവിൻ്റെ ഫലമായി ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ അതിൽ വളരെ പ്രധാനപ്പെട്ടവയായിരുന്നു. അപ്പം അത് നോട്ട് ചെയ്യുക. ആദ്യകാലത്ത് രൂപം കൊണ്ട സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. അതുപോലെ അവിടെ ഒരു കോളം ഉണ്ട്, ദി റൈറ്റേഴ്സ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം. അതുപോലെ നമ്മുടെ ആൾക്കാരെ എന്താണ്, നമ്മുടെ ജനതയെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ദേശീയ ബോധം ഉണർത്തുന്ന ധാരാളം കൃതികൾ, ആ കൃതികൾ രചിച്ച സാഹിത്യകാരന്മാർ, പ്രസിദ്ധരായ സാഹിത്യകാരന്മാർ, അവരുടെ നിർണായക പങ്കും വളരെ വലുതാണ്. അപ്പം അവരുടെ പേര് വിവരമാണ് ആ സൈഡ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയെന്ന് നോക്കിയേ: ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബൗറ, അൽതാഫ് ഹുസൈൻ. അപ്പം നമ്മുടെ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ പേരുവിവരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ആരൊക്കെയാണ് അത് എല്ലാം നോട്ട് ചെയ്യുക. അതൊക്കെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബൗറ, അൽതാഫ് ഹുസൈൻ. അപ്പം നമുക്ക് അറിയാമല്ലേ, ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ, വന്ദേ മാതരം, അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളല്ലേ. മുഹമ്മദ് ഇക്ബാൽ സാരേ ജഹാം സേ അച്ഛാ അല്ലേ. പിന്നെ അതുപോലെ ആസാമി സാഹിത്യകാരനായ ലക്ഷ്മിനാഥ് ബെസ്ബൗറ, അൽതാഫ് ഹുസൈൻ ഒരു ഉറുദു കവിയായിരുന്നു. അവരുടെ എല്ലാം സാഹിത്യകൃതികൾ ആ കാലഘട്ടത്തിൽ ജനതയെ ജനതയിൽ ഒരു ദേശീയത വളർത്താൻ വേണ്ടിയിട്ട് സഹായിച്ചവരാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. 72 representatives of various organizations across India assembled in the vast auditorium of Tejpal Sanskrit College, Bombay in 28 December 1885. They were of diverse attire, religion and language. W.C. Banerjee presided over this meeting, initiated by the former British civil servant A.O. Hume. The Indian National Congress was formed in this meeting. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിൽക്കാല പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഉപയോഗമുണ്ട്. 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 എന്താണ്, ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ ഹാൾ. ആ ഹാളിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഏകദേശം 72 ആൾക്കാർ അവർ ഒത്തുകൂടിയിരിക്കുന്നു. അവരെ പല വേഷക്കാർ, പല മതക്കാർ, പല ഭാഷക്കാർ അല്ലേ, ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ, കൂടാതെ വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ W.C. ബാനർജി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയവരായിരുന്നു. A.O. ഹ്യൂം എന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആണ് ഈ യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈ എടുത്തത്. ഈ യോഗത്തിൽ വച്ച് ഈ 72 പേരുടെ സാന്നിധ്യത്തിൽ വെച്ച്, അതായത് വ്യത്യസ്തമായ സ്ഥലത്തിൽ നിന്നെത്തിയവർ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വേഷക്കാർ, A.O. ഹ്യൂം എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, അലൻ ഒക്ടാവിയൻ ഹ്യൂം,
എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടിയ ഈ മീറ്റിങ്ങിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി, ഉമേഷ് ചന്ദ്ര ബാനർജി. ആ ടേബിൾ നോക്കാം. ഫ്രം ദി സ്പീച്ച് അറ്റ് ദി ഫസ്റ്റ് മീറ്റിംഗ് വി ഡിസയർ ദാറ്റ് ദി അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ഇന്ത്യ ഷുഡ് ബി ഫർദർ മോഡേണൈസ്ഡ് ആൻഡ് വി ബി മെയ്ഡ് എ പാർട്ട് ഓഫ് ഇറ്റ്. അതായത് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണം. അതുപോലെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ ഇന്ത്യക്കാരെ കൂടി പങ്കാളികളാക്കണം. ഇതായിരുന്നു ആദ്യത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഉണ്ടല്ലേ, വളരെ അപൂർവമായിട്ടുള്ളൊരു ഫോട്ടോയാണ്. ഡെലിഗേറ്റ്സ് ഓഫ് ദി ഫസ്റ്റ് സെഷൻസ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ പങ്കെടുക്കാൻ ആദ്യ സമ്മേളനത്തിൽ എത്തിയ ആൾക്കാരുടെ ഫോട്ടോയാണ്. വളരെ അപൂർവമായിട്ടുള്ളൊരു ഫോട്ടോയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇന്ത്യ ചരിത്രത്തിൽ, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു സംഘടനയുടെ രൂപീകരണം, ആ രൂപീകരണത്തെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സാമിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ദി മേജർ എയിംസ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ആ സമയത്ത്, ആദ്യ രൂപീകൃതമായ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് എയിം നോക്കിയേ, ടു പ്രൊമോട്ട് ഫെലോ ഫീലിങ്സ് എമംഗ് ദി വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബോധം വളർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സെക്കൻഡ് എയിം, ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദി റിലീജിയസ് കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. അതായത് ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധത്തിനാണ് പ്രാധാന്യം. അവിടെ ജാതിക്കും മതത്തിനും പ്രാദേശികമായിട്ടുള്ള ചിന്തകൾക്കും പ്രാധാന്യം കുറച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഭാരതീയരാണ് എന്നുള്ള ദേശീയ ബോധം വളർത്തുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. ഇനി തേർഡ് എയിം നോക്കി, ടു ബ്രിങ് ദി പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദി നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. നമ്മൾ ഭാരതീയരുടെ, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതായത് ഭരണകർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മറ്റൊരു ലക്ഷ്യം. ഇപ്പം 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ രൂപീകരിച്ചതും ആദ്യത്തെ സമ്മേളനം നടത്തിയതും. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് എയിം, ടു പ്രൊമോട്ട് ഫെലോ ഫീലിങ്സ് എമംഗ് ദി വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. സെക്കൻഡ്, ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദി റിലീജിയസ് കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. ആൻഡ് തേർഡ് ഓൺ, ടു ബ്രിങ് ദി പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദി നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. അപ്പോൾ അത് 3 പോയിന്റ്സും അടയാളപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർക്ക് ഒരു സൗഹൃദ മനോഭാവം വളർത്തുക, ജാതിയും മതത്തിനും അതുപോലെ പ്രാദേശികമായ ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ മീറ്റിങ്ങിലെ എയിംസ്. വിത്ത് ദി ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദി അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് അറ്റൈൻഡ് ആൻ ഓർഗനൈസ്ഡ് നേച്ചർ. Such organized agitation against the British power can be called the national movement. Based on the style and strategies of the agitations, the national movement can be divided into 3 phases. അപ്പോൾ നോക്കിയേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നടന്നു. അതോടൊപ്പം ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള സമരത്തിന് ഒരു സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഈ ഒരു കൂട്ടായ്മയെ നമുക്ക് ദേശീയ പ്രസ്ഥാനം എന്ന് നമുക്ക് വിളിക്കാം. ആ രീതിയിലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടു കൂടി ഇന്ത്യയിൽ സംഭവിച്ചു. അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘടകങ്ങളായി അല്ലെങ്കിൽ 3 ഘട്ടങ്ങളായി നമുക്ക് തരംതിരിക്കാം, വിഭജിക്കാം. നാഷണൽ മൂവ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 phases. 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സമരം നടത്തിയത്. ഫസ്റ്റ്, ദി പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, അതായത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം.
മിതവാദ ദേശീയത നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് നമ്മൾ പഠിക്കും. സെക്കൻഡ്, ദി പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, അതായത് തീവ്രമായ ദേശീയതയുടെ കാലഘട്ടം, തീവ്രമായ ദേശീയത. തേർഡ്, ഗാന്ധിയൻ കാലഘട്ടം. അപ്പം ഫസ്റ്റ് ദി പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, സെക്കൻഡ് ദി പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം ആൻഡ് തേർഡ് ഗാന്ധിയൻ ഇറ. ഈ 3 സമര രീതി അല്ലെങ്കിൽ ഈ 3 കാലഘട്ടങ്ങളായിട്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ നമുക്ക് വിഭജിക്കാം. ദി പീരീഡ് ഫ്രം 1885 to 1905 വാസ് ഓഫ് മോഡറേറ്റ് നാഷണലിസം. അതായത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയത, അതായത് മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ കാലഘട്ടം. അതിൻ്റെ ദി ലീഡേഴ്സ് ഓഫ് ദിസ് പീരീഡ് വെയർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. ദി പ്രോമിനന്റ് എമംഗ് ദം വെയർ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തൈബ്ജി ആൻഡ് ഫിറോസ് ഷാ മെഹ്ത്ത. അപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ നേതാക്കളായിരുന്നു മിതവാദ ദേശീയതയുടെ നേതാക്കൾ, മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ നേതാക്കൾ. ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തൈബ്ജി, ഫിറോസ് ഷാ മെഹ്ത്ത മുതലായ ആൾക്കാരായിരുന്നു മിതവാദ ദേശീയതയുടെ ലീഡേഴ്സ്. അപ്പോൾ അവരുടെ സമര രീതി എന്ന് പറഞ്ഞാൽ ദെയർ പോളിസി വാസ് ടു ബ്രിങ് ദി കോമൺ പ്രോബ്ലംസ് ആൻഡ് ഡിമാൻഡ്സ് ടു ദി നോട്ടീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ബൈ മീൻസ് ഓഫ് പെറ്റീഷൻസ്, റീസൊല്യൂഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. അൺഫോർച്ചുനേറ്റ്ലി ദി ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡേഴ്സ് ദം. അപ്പം മിതവാദ ദേശീയത, അതായത് മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട സമര രീതി എന്തായിരുന്നു? പരാതികളും പ്രമേയങ്ങളും പ്രതിഷേധങ്ങളും നടത്തുക. ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പോൾ പരാതി കൊടുക്കുക, പ്രതിഷേധങ്ങൾ നടത്തുക, പ്രമേയങ്ങൾ നടത്തുക. ഇതിലൂടെ നമ്മളുടെ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇതായിരുന്നു മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ പ്രവർത്തന രീതി. അതായത് വളരെ സൗഹൃദപരമായി സമാധാനപരമായിട്ടായിരുന്നു അവരുടെ സമരരീതി. പക്ഷേ ഈ ആവശ്യങ്ങൾ എന്താണ്? ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട രീതിയിൽ അവർ എന്ത് ചെയ്തു? ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തൈബ്ജി, ഫിറോസ് ഷാ മെഹ്ത്ത ഇവരുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് ആ പിക്ചേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, ആൽബമൊക്കെ തയ്യാറാക്കാൻ ആവശ്യമുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പം മോഡറേറ്റ് നാഷണലിസം, അതിൻ്റെ ലീഡേഴ്സ്, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സമരരീതി എന്നിവയാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ എങ്ങനെ ദരിദ്രമായി എന്നുള്ള പഠനമാണ് നമ്മുടെ മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ നേതാക്കൾ നടത്തിയത്. ദി ലീഡേഴ്സ് സ്റ്റഡീഡ് ദി റൂട്ട് കോസസ് ഓഫ് ദി പോവർട്ടി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ദി സ്റ്റഡീസ് ഫോംഡ് ദി ഐഡിയോളജിക്കൽ ബേസ് ഫോർ ദി നാഷണൽ മൂവ്മെൻറ്റ്. ഇത് നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ, ബുദ്ധിപരമായ ഒരു അടിത്തറ നൽകുവാൻ സാധിച്ചു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു എക്സാമിന് ചോദിച്ചതാണ്, അപ്പം അത് നോട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ദാദാഭായ് നവറോജി, അദ്ദേഹത്തിൻ്റെതായിരുന്നു ഡ്രെയിൻ തിയറി. എന്താണെന്ന് നോക്കാം. ഡ്രെയിൻ തിയറി ഈസ് ദി മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാഭായ് നവറോജി. ദർ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യൻ to England during colonial rule. It was mainly in the form of salary, taxes and gift. He proved that the economic drain under the British rule is the root cause of poverty in India. വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് അദ്ദേഹം ചോർച്ച സിദ്ധാന്തത്തിൽ കൂടി ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതായിരുന്നു: ചോർച്ച സിദ്ധാന്തം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോകുന്നു. ഏതെല്ലാം രീതിയിലാണ്? അത് സാലറി, ശമ്പളം, അതുപോലെ ഗിഫ്റ്റ്, സമ്മാനം, അതുപോലെ ടാക്സ്, നികുതി. ഈ സാമ്പത്തിക ചോർച്ച ഈ രീതിയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കടത്തിയത്. അപ്പോൾ അത് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ സാമ്പത്തിക ചോർച്ചയെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഡ്രെയിൻ തിയറി, അത് നോട്ട് ചെയ്യുക. അപ്പം ഇവാലുവേറ്റ് ദി റോൾ ഓഫ് മോഡറേറ്റ്സ് ഇൻ പോയിന്റിങ് ഔട്ട് ഓഫ് ദി ബ്രിട്ടീഷ് പോളിസീസ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക നയങ്ങളെല്ലാം പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിൽ മിതവാദികൾ ധാരാളം പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തുക എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രെയിൻ തിയറി.
ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാർട്ടിഷൻ ഓഫ് ബംഗാൾ. Partition of Bengal. The seat of the British government in India was Bengal. People of Bengal had been living like brothers. They had been carrying out various activities against the policies of the British government. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്, ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഭരണം പിടിച്ചെടുത്തത് ബംഗാളാണ്. അപ്പോൾ ആ ബംഗാൾ കേന്ദ്രമാക്കിയായിരുന്നു അവർ ആദ്യകാലത്ത് ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ, ബംഗാളിലെ ജനങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നു. In 1904, the Secretary of Home Affairs Risley observed Bengal united its power. Bengal divided will pull several different ways. One of our main objectives is to split up and thereby weaken a solid body of opponents to our rule. The British officials treated Bengal as a growing power against the British rule. In this background, the Viceroy Lord Curzon divided Bengal in 1905. അപ്പം ബംഗാൾ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു നിൽക്കുകയാണ്, അവർ ഏകോദര സഹോദരന്മാരെ പോലെയാണ്, അവർ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യുന്നു. അങ്ങനെ പോയാൽ ബംഗാൾ ഒരു ശക്തിയായി മാറും. ഈ ബംഗാളിനെ വിഭജിച്ചാൽ ആ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. അങ്ങനെയാണ് 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുത്തിയത്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്ന ശക്തിയായി ബംഗാളിനെ ബ്രിട്ടീഷുകാർ കണ്ടു. ഈ സാഹചര്യത്തിൽ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ പ്രഭു എന്ത് ചെയ്തു? 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. 1905 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ലോർഡ് നെക്സ്റ്റ് പേജിൽ വിഭജിക്കപ്പെട്ട ബംഗാളിൻ്റെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. നോക്കി, ദി മാപ്പ് ഓഫ് ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. അപ്പോൾ ഈ മാപ്പ് ഒന്ന് എല്ലാവരും ഒന്ന് വരയ്ക്കണം. വരച്ചിട്ട് ആ ഒരു പോയിന്റ്, ഡിവൈഡ് ചെയ്ത ആ ഒരു ഭാഗം കാണിക്കണം. ഓക്കെ. നാഷണൽ ഡെയിലീസ്, പോയിറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി ഓപ്പോസിറ്റ് ദി പാർട്ടിഷൻ. അപ്പോൾ ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഈ ബംഗാൾ വിഭജനത്തെ ശക്തമായിട്ട് എതിർത്തു. ദി ഗ്രേറ്റ് പോയറ്റ് രവീന്ദ്രനാഥ ടാഗോർ മെയ്ഡ് ഹിസ് സ്റ്റാൻഡ് ഓൺ ദി പാർട്ടിഷൻ ഓഫ് എക്സ്പ്ലിക്. He stated the East and West Bengal are the two chambers of the same heart, which is made fertile by the Ganga and the Brahmaputra. It is a warm blood originating from these vessels that flows through the arteries of the Bengalis. Make a poster against the partition of Bengal. നമ്മുടെ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള നിലപാട് ഇങ്ങനെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകൾ, രണ്ട് പ്രദേശങ്ങളാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് ബംഗാൾ വിഭജിക്കാൻ ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് സാധിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ നിലപാടിനെതിരെ സ്വീകരിച്ചത്. ഇപ്പോൾ ബംഗാൾ വിഭജനത്തെ പ്രതിഷേധിച്ചു കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പം ആ ഒരു പോസ്റ്റർ എല്ലാവരും തയ്യാറാക്കുക. എക്സാമിനെല്ലാം നമുക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചോദിക്കും. വാട്ട് വെയർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദി ബ്രിട്ടീഷ് ടു ഡിവൈഡ് ബംഗാൾ? അതായത് ബംഗാൾ വിഭജിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? നമ്മൾ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്തതാണ് അല്ലേ? അതായത് ബംഗാൾ ഒരു ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ അതിൻ്റെ ശക്തി കുറയും അല്ലേ? ആ ഒരു ഭാഗമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഈ യൂണിറ്റിൻ്റെ 3rd പാർട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വർക്കുകൾ ചുവടെ ഞാൻ തരാം. ഈ വർക്കുകൾ എല്ലാവരും പൂർത്തീകരിക്കുക. ക്ലാസ് നല്ല രീതിയിൽ കണ്ട് നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും നന്ദി.